സ്വർണത്തിലുള്ള നിക്ഷേപങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾക്ക് പ്രിയങ്കരമാണ്. സ്വർണ്ണവില ദിനംപ്രതി കുതിച്ചുയരുന്നു. 2024-2025 സാമ്പത്തിക വർഷത്തിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. മറ്റ് ഏതു വർഷത്തെയും അപേക്ഷിച്ച് പൊടുന്നനെയാണ് വില കുതിച്ചുയർന്നത്. MCX ഡാറ്റ പ്രകാരം 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സ്പോട്ട് സ്വർണ്ണവില 32% കൂടുതൽ ഉയർന്നിരുന്നു. നിലവിൽ 22 ക്യാരറ്റ് സ്വർണ്ണവില 68,000 രൂപയ്ക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ 2024 മാർച്ച് 30-ന് സ്വർണത്തിൻ്റെ വില 50,200 രൂപയും അത് 10 വർഷം മുന്നേ, അതായത് 2014 മാർച്ച് 30-ന് 21,480 രൂപയുമായിരുന്നു. ഇപ്പോഴത്തെ സ്വർണ്ണവിലയും 10 വർഷം മുന്നുണ്ടായിരുന്ന സ്വർണ്ണവിലയും കണക്കാക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റമാണ് പ്രകടമാകുന്നത്. കണക്കുകൾ പ്രകാരം 2020, 2021, 2022 വർഷങ്ങളിൽ സ്വർണത്തിൻ്റെ വിലയിൽ അധികമായ ഉയർച്ച ഉണ്ടായിരുന്നില്ല. അതായത് 22 ക്യാരറ്റ് സ്വർണം 30,000 രൂപ ലെവലിലാണ് 3 വർഷങ്ങൾക്ക് മുന്നേ വ്യാപാരം നടത്തിയത്. 2023-ലാണ് വില 40,000 കടന്നത്. എന്നാൽ 2024 എത്തിയപ്പോൾ വില കുത്തനെ ഉയരുവാൻ തുടങ്ങി. അതിന് പിന്നാലെ 2025-ലും വമ്പൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. വെറും 70,000 രൂപയിലേക്കാണ് വില കുതിച്ചുയർന്നത്. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തുവാൻ നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാന കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ മൂലമുണ്ടായ ആഗോള വ്യാപാര യുദ്ധഭീഷണിയാണ്. എന്നാൽ ഇത് മാത്രമല്ല സ്വർണ്ണവിലയ്ക്ക് കരുത്തേകിയത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ, കേന്ദ്ര ബാങ്കുകളുടെ ശക്തമായ വാങ്ങലുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ ഒരു വർഷമായി സ്വർണ്ണവില ഉയരുവാൻ കാരണമായ ഘടകങ്ങൾ. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ, കേന്ദ്ര ബാങ്കിൻ്റെ സ്വർണത്തിലുള്ള കൂടുതൽ വാങ്ങലുകൾ, പണനയത്തിലെ മാറ്റങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങൾ കാരണം 2025 സാമ്പത്തിക വർഷത്തിൽ സ്വർണം വില കുതിച്ചുയർന്നു. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും വ്യാപാര അനിശ്ചിതത്വങ്ങളും, പ്രത്യേകിച്ച് ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ സ്വർണത്തിൻ്റെ ഡിമാൻഡിന് കാരണമായി. സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഏറെ പ്രയാസപ്പെടുമെങ്കിലും നിക്ഷേപത്തിലൂടെ വമ്പൻ ലാഭം കൊയ്യുവാൻ ഇപ്പോൾ സ്വർണ്ണ നിക്ഷേപങ്ങളാണ് മികച്ച ഓപ്ഷൻ. 2026 സാമ്പത്തിക വർഷത്തിൽ സ്വർണ്ണവില 1,00,000-ലേക്ക് ഉയരുമോ? ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും കേന്ദ്ര ബാങ്ക് സ്വർണം വാങ്ങുന്നതും സ്വർണ്ണ വിലയെ അനുകൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. 2025-2026 സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര സ്വർണ്ണവില 10 ഗ്രാമിന് 1,00,000 രൂപ എന്ന നിലയിലേക്ക് ഉയരുമെന്ന് ഇതിൽ വിദഗ്ധരായ വ്യക്തികൾ അഭിപ്രായപ്പെടുന്നു. പണപ്പെരുപ്പ ആശങ്കകളും സാമ്പത്തിക മാന്ദ്യ സാധ്യതകളും നിക്ഷേപകരെ സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും 1,00,000 എന്ന മാർക്കിൽ എത്താൻ മഞ്ഞലോഹത്തിന് മറ്റ് അപ്രതീക്ഷിതമായ ചലനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഓഹരി വിപണിയിലും ഡോളറിലും ഒരു ശക്തമായ തിരിച്ചുവരവ് സംഭവിച്ചാൽ അത് സ്വർണ്ണവിലയെ ഗണ്യമായി വെല്ലുവിളിച്ചേക്കാം. നിലവിലെ പ്രവചനങ്ങളും വിപണി സാഹചര്യങ്ങളും അനുസരിച്ച് 2026 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടെ ഇന്ത്യയിലെ ആഭ്യന്തര സ്വർണ്ണവില 10 ഗ്രാമിന് ഏകദേശം 95,000 രൂപയിൽ എത്തുമെന്ന് സൂചിപ്പിക്കുന്നു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, പണപ്പെരുപ്പം വർദ്ധിക്കുന്നതും സുരക്ഷിതമായ ഒരു ആസ്തി എന്ന നിലയിൽ സ്വർണത്തിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം സ്വർണ്ണവിലയ്ക്ക് ഉത്തേജനമേകാം. ഈ ഘടകങ്ങൾ ഒരു പോസിറ്റീവ് ട്രെൻഡിന് കാരണമാവുമെങ്കിലും 10 ഗ്രാം സ്വർണത്തിന് 1,00,000 രൂപ എന്ന മാർക്കിൽ എത്തുന്നതിന് രൂപയുടെ വമ്പൻ തകർച്ചയോ അല്ലെങ്കിൽ ഉയർന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങൾ പോലുള്ള പ്രതിസന്ധികളോ സംഭവിക്കേണ്ടി വരും. സ്വർണ്ണവിലയിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിലവിലെ പ്രവചനങ്ങൾ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ 10 ഗ്രാമിന് 1,00,000 കവിയാനുള്ള സാധ്യത കുറവാണ്. പരമ്പരാഗതമായി തന്നെ സ്വർണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണ് ഇന്ത്യയിലുള്ളത്. സാമ്പത്തികപരമായി മാത്രമല്ല വിശ്വാസപരമായും ഇന്ത്യക്കാർക്കിടയിൽ സ്വർണത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വീടുകളിലും ഒരു തരി പൊന്ന് എങ്കിലും അവർ കാത്തു സൂക്ഷിക്കുന്നു.
ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ഗാർഹിക മേഖലയിൽ സ്വർണത്തിൻ്റെ അളവ് ഏകദേശം 25,000 ടണ്ണിലെത്തിയെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 10 കേന്ദ്ര ബാങ്കുകളുടെ ആകെ സ്വർണ്ണശേഖരത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ വരുമെന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് അമേരിക്ക, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, റഷ്യ, ചൈന, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ, ജപ്പാൻ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരം ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തേക്കാൾ താഴെയേ വരികയുള്ളൂ. പണപ്പെരുപ്പം, സാമ്പത്തിക അനിശ്ചിതത്വം, കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയ്ക്കെതിരായ ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുന്ന ലോകമാണ് സ്വർണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയും സ്വർണത്തിൻ്റെ ആവശ്യകത വലിയ തോതിൽ ഉയർത്തുന്നു. സ്വർണത്തെ അടിസ്ഥാനമാക്കിയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, അതായത് ETF-കളുടെയും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുടെയും വരുമാനം നിശ്ചയിക്കുന്നത് വിപണിയിൽ സ്വർണത്തിലുള്ള വിലയുടെ അടിസ്ഥാനത്തിലാണ്. വരും കാലങ്ങളിൽ സ്വർണത്തിലുള്ള വിലയിലും വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ഗോൾഡ് ETF-കളിലും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നവർ ഇത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഭൗതിക സ്വർണം നിക്ഷേപത്തിനായി വാങ്ങുന്നതിന് പകരം ഡിജിറ്റൽ ഗോൾഡുകളിലെ നിക്ഷേപം നടത്തുന്നതാണ് അഭികാമ്യം. ഡിജിറ്റൽ ഗോൾഡുകളിൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് വിപണി വിലയെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യം മറ്റു യാതൊരുവിധ കിഴിവുകളും കൂടാതെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം നമ്മൾക്ക് ആവശ്യമായ സമയത്ത് എളുപ്പം പണമാക്കാനും സാധിക്കും. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രകാശ് നായർ.